നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൺസ് ക്ലിക്സ്. രാവിലെ തന്നെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തി അവിടുത്തെ കാവൽ സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വന്ദേ ഭാരത് ട്രെയിനിൽ കയറാനുള്ള സമയവും സാവകാശമൊക്കെ ഇപ്പോഴാണ് ലഭിച്ചത്. അപ്പോൾ അങ്ങനെ ട്രെയിനെത്തി ഉള്ളിൽ പ്രവേശിച്ചു. പത്രവും വെള്ളമൊക്കെ ആയിട്ട് നമ്മളെ അവർ വെൽക്കം ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്തതിനോടൊപ്പം നോൺ വെജ് സെലക്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇടിയപ്പത്തിനോടൊപ്പം മുട്ടക്കറിയും വടയും ജ്യൂസും ഒക്കെ കിട്ടി. അതൊക്കെ കഴിച്ച് പുറത്ത് നല്ല മഴയായതുകൊണ്ട് ആ ഒരു ക്ലൈമറ്റിൽ യാത്ര തുറന്നുകൊണ്ടേയിരുന്നു. അത്യാവശ്യം നല്ല വൃത്തിയുള്ള കംഫർട്ടുള്ള സീറ്റുകളൊക്കെയാണ് ഈ വന്ദേ ഭാരതിലെ. സാധാരണ ട്രെയിനുകളിലെ ടോയ്ലറ്റിൻ്റെ അവസ്ഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്നാൽ വന്ദേ ഭാരതിൻ്റെ ടോയ്ലറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുള്ളതായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നല്ല ചൂട് കാപ്പിയും കിട്ടി. അങ്ങനെ 4.5 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ കണ്ണൂർ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. അവിടെ കൂട്ടുകാരൻ അവൻ്റെ കാർ അയച്ചിരുന്നു. നമ്മളിപ്പം തലശ്ശേരിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂട്ടുകാരൻ്റെ പുതുതായിട്ട് പണിത വീട് കയറി താമസത്തിന് എത്തിയതാണ്. കപ്പലിൽ കയറിയത് മുതൽ ക്യാപ്റ്റൻ ആകുന്നത് വരെ പിന്നിട്ട ഓരോ റാങ്കിൻ്റെയും അപ്ലൈറ്റ്സും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീടെല്ലാം കയറി കണ്ട് ഭക്ഷണവും കഴിച്ച് അവിടെ നിന്ന് ഉച്ച കഴിഞ്ഞ് തലശ്ശേരി സ്റ്റേഷനിലെത്തി. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ ട്രെയിൻ വന്നു. അപ്പോൾ അത് കയറി നമ്മളിപ്പോൾ കോഴിക്കോട് എത്തിയേക്കുവാണ്. നേരെ പോയി ഹോട്ടൽ റൂം എടുത്തു. അന്നത്തെ ദിവസം അവിടെ വിശ്രമിച്ചു. അടുത്ത ദിവസം രാവിലെ ഓട്ടോ എടുത്ത് മിഠായി തെരുവിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആനിക്കുട്ടിയുടെ ചെരുപ്പിന് മാച്ചാകുന്ന രീതിയിൽ ഒരു കുട വാങ്ങിച്ചു കൊടുത്തു. അവൾ ഹാപ്പിയാണ്. കുറച്ചു നേരം നടന്നതിന് ശേഷം പിള്ളേർക്ക് ഉപകാരപ്രദമായിട്ട് വാട്ടർ ബോട്ടിലും വാങ്ങിച്ചു കൊടുത്തു. ഇനി ബീച്ചിലൊക്കെ പോയതിന് ശേഷം വൈകിട്ട് രാത്രി കാഴ്ചകൾ കാണാനും കോഴിക്കോടൻ ഹൽവ വാങ്ങാനുമായിട്ട് ഒന്നും കൂടെ മടങ്ങി വരേണ്ടതുണ്ട്. ഉച്ചയ്ക്ക് പാരഗണിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം വൈകുന്നേരത്തോടുകൂടി തൊട്ടടുത്തുള്ള കോഴിക്കോട് ബീച്ചിലെത്തി അവിടെ കുറച്ച് സമയം ചെലവഴിച്ചു. അടുത്ത ദിവസം രാവിലെ റൂം വെക്കേറ്റ് ചെയ്ത് കൈരളി ശ്രീയിൽ നിന്ന് സിനിമയും കണ്ട് ഓട്ടോ പിടിച്ച് പോവുകയാണ്. കോഴിക്കോട് ഓട്ടോ ചേട്ടന്മാരെ പറ്റി പണ്ടുതൊട്ടേ വളരെ നല്ല അഭിപ്രായമാണ് കേട്ടിരിക്കുന്നത്. അത് വളരെ സത്യമാണെന്ന് അവിടെ ചെന്നപ്പം മനസ്സിലായി. ഉച്ചയ്ക്ക് റഹ്മത്തിൽ നിന്ന് ഭക്ഷണവും കഴിച്ചു. വൈകിട്ട് 4:30 ട്രെയിൻ എത്തി. ചെന്നപാടെ നമുക്ക് സ്നാക്സും കാപ്പിയൊക്കെ കിട്ടി. അതൊക്കെ കഴിച്ച് യാത്ര മുന്നോട്ട് പൊക്കേണ്ടിയിരുന്നു. അത്യാവശ്യം വളരെ നല്ലൊരു അനുഭവമാണ് ഈ വന്ദേ ഭാരതിൽ യാത്ര ചെയ്തപ്പം കിട്ടിയത്. നല്ല വൃത്തിയും അത്യാവശ്യം നല്ല സർവീസും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യാം. ഓരോ യാത്രക്കാർ പോകുമ്പോൾ തന്നെ അടുത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. വൈകുന്നേരം 7 മണിയോടുകൂടി ചപ്പാത്തി ചിക്കൻ കറിയും ചോറും പരിപ്പും അച്ചാറും തൈരും കിട്ടി. അതോടൊപ്പം അവസാനം നല്ലൊരു ഐസ്ക്രീമും കിട്ടി. അപ്പോൾ വന്ദേ ഭാരത് യാത്ര ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു പ്രാവശ്യം പോകുന്നത് വളരെ നല്ലതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.